അതെ, അങ്ങനെ ഒരു ഞായറാഴ്ച ഞാനും കുടുംബമൊക്കെ പാടെ ചാവക്കാട് നമ്മുടെ മറിയാൻ്റെ ലോകം കാണാൻ വേണ്ടി പോയതാണ്. മറിയാൻ്റെ ലോകം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇനി ഏത് മറിയാൻ്റെ ലോകമാണെന്ന് വിചാരിക്കണ്ട, മറയം വേൾഡ്. അങ്ങനെ മറയം വേൾഡ് കാണാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ സംഭവം നല്ല രസമുണ്ട്. കാണാൻ നല്ല ചേലും കോലും അയകൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കുട്ടികൾക്ക് അന്നദാനം മഹാദാനം പറഞ്ഞിട്ട് കുട്ടികൾക്കും കൊടുക്കണം മീനിന് തീറ്റ. അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല, എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ പാടെ പറഞ്ഞയച്ച് മീനിന് തീറ്റ കൊടുത്തിട്ട് വരും പറഞ്ഞിട്ട് ഓല് തീറ്റ കൊടുക്കുന്ന രംഗണ കാണുന്നത്. ഇതൊക്കെ കണ്ട് കണ്ണിങ്ങനെ കുളിർന്നിങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. നിരവധി ആൾക്കാർ വരുന്നുണ്ട്. ഇത്ര നല്ലൊരു സ്പോട്ട് ഞാൻ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വേറെ എവിടെയും പോവാത്തതുകൊണ്ടാണ് എന്താണെന്നൊക്കെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞ് എത്രയോ ജനങ്ങളാണ് ഇതിന് വന്നിക്കണമെന്ന് വെച്ചിട്ടാ. അതൊക്കെ കഴിഞ്ഞേക്ക് ചങ്ങായി ഒരു കണ്ടെയ്നർ പോലത്തെ ഒരു മീനെ ഞാൻ കണ്ടു. അതാ ഈ വരുന്ന സാധനം. ആ സാധനം വന്നിട്ടാണെങ്കിൽ അതിന് തിരിയാനും വയ്യ വളയാനും വയ്യ. ഇതാരാ ഇതിനെ കൺട്രോൾ ചെയ്യണമെന്നറിയില്ല. പൊന്നാറ് ചങ്ങായി ഇതൊന്ന് ഒടിഞ്ഞു കിട്ടണ്ടേ. ആകെ ഒരു ഇത്ര പോകുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ സാധനം ഓടിക്കാൻ പെട്ട പാടുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ചങ്ങായി മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ കല്യാണം കഴിച്ചിക്കണാണാവോ. കാരണം ഇവനെ കണ്ടിട്ട് എനിക്ക് തോന്നണില്ല ഓൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവുന്നു. കാരണം ഒരാൾ പെണ്ണ് കൊടുക്കില്ല, 24 മണിക്കൂർ ഓൻ വെള്ളത്തിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാമ്പ് വിഷം ചെയ്തിട്ടുണ്ട് കണ്ടോ. എന്താ കഥ. ഇതൊക്കെ പോട്ടെ, ഏതോ ആദിവാസികളുണ്ട് ചങ്ങായെ പാടവരമ്പത്ത് മരക്കൊറ്റികൾ ഇരിക്കണ മാതിരി ഇരിക്കണുണ്ടോ. എന്താപ്പോൾ ഇതൊക്കെ കഥ, ഇതിന് എന്താപ്പോൾ ഇത് പറയുക. അതെ, ഒരാളവിടെ നിന്നൊരു ഭയങ്കര പൂജയാണ് തോന്നുന്നുണ്ട്. ആകെ തീയൊക്കെ കത്തിച്ചിട്ട് എന്തൊക്കെയോ പരിപാടി നടത്തുന്നു മൂപ്പര്. അതൊക്കെ കണ്ട് രസകരമായിട്ട് ഞങ്ങളിങ്ങനെ നീങ്ങാൻ പോവുക ചങ്ങായി. ഇതൊക്കെ കഴിഞ്ഞ് എന്താ ചെയ്യുക. കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ആകെ തരിച്ചു പോയിക്കണ്. എന്തായാലും നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിക്കോളി. ഇത് കാണാനൊരു കുളിർമുള്ള കാഴ്ചയാണ്. ഇത് എപ്പോഴും ചിലപ്പോൾ കാണാൻ പറ്റിക്കോളണമെന്നില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എപ്പോഴാണ് തട്ടിപ്പോകാൻ വരാൻ പറ്റില്ല. ഇന്ന് കണ്ടോന്നെ നാളെ കാണൂല. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ജാട പിടിച്ച് പോസ് കാണിച്ച് നടക്കാതെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാളി. ഇതിന് വലിയ കായൊന്നുമില്ലേ, ചെറിയ കായ് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്കണ്ട് കയറാം. ഉള്ളിലേക്കണ്ട് കയറിക്കഴിഞ്ഞാൽ ഞങ്ങളിത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇത്ര ഉള്ളൂ എന്ന് ചോദിക്കും. കാരണം ഇത് എത്ര കണ്ടാലും പൂതിരൂല. എന്നിട്ട് ഞാൻ തന്നെ പിന്നെ ആ എൻട്രി കൂടെ വീണ്ടും കയറാൻ പറ്റുമോ നോക്കി. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് പൂതിർന്നില്ലേ. ഇതൊന്നല്ല വിറ്റ്. ഈ സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു, പൊന്നാരമാനെ നമ്മുടെ മീൻകാരെ ഈ വക മീനുകളൊന്നും കാണുന്നില്ലേ, ഞമ്മക്ക് ഈ വക മീനൊന്നും കിട്ടണില്ലല്ലോ തിന്നാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മാനോട് പറഞ്ഞു, പൊന്നാരമ്മ മീൻ മേടിച്ച മത്തിയുടെ കായ് കടം മേടിച്ച് വെച്ചിരിക്കുകയാണ്. ആ കായാണ് കൊടുത്താലല്ലേ അടുത്ത മീൻ നല്ല മൂപ്പര് കൊടുന്നരുള്ളൂ എന്ന്. അത് കേട്ടേക്ക് ഉമ്മ എന്നാൽ മത്തി തന്നെ മതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ അമ്മ അയിമ സമാധാനിച്ചു. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല, 24 മണിക്കൂറും വെള്ളത്തിലാണ്. പെണ്ണിട്ടിക്കണാണാവോ, നല്ലപോലെ അടക്കണവർക്ക് പെണ്ണിട്ടില്ല. അങ്ങോട്ട് നോക്കി എന്താ പോൻ്റെ കാട്ടിക്കൂട്ടിൽ, എന്താ പോൻ്റെ ആ കോപ്പറാട്ടിത്തരം അല്ലേ. വല്ലാത്തൊരു ജാതി മനുഷ്യൻ. ഈ മൂത്ത മനുഷ്യൻ താടി മീശിയുള്ള മനുഷ്യനാണേ. എന്താ കഥ. ഇവനക്ക് വേറെ ഒരു പണിയില്ലാന്നാണ് തോന്നുന്നത്. നിങ്ങൾ നോക്കി എന്തല്ലേ വല്ലാത്ത ജാതി. ഓൻ്റെ കാലുമ 2 ചിറകും വെച്ചിട്ടുണ്ടേ. ഇക്ക് തോന്നുന്നു പാള വെച്ച് കെട്ടിക്കുകയാണെന്നാ, അങ്ങനെ വീസാൻ വേണ്ടിയിട്ടേ. ഇക്ക് ഇതാണെന്നാ ഇഷ്ടപ്പെട്ടെ. ഈ ആദ്യ കളറിൽ ഞാൻ മീൻ കണ്ടിട്ടില്ല. നിങ്ങളാരെല്ലാം കണ്ടിക്കണോ? ഇതൊക്കെ കണ്ട സ്ഥിതിക്കേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.